എന്തായി? പൈസ ശരിയായോ? ശരിയായില്ലേ? ഇവനിതെന്ത് പറ്റി? ഇവർക്കൊക്കെ എന്താ പറ്റിയേ? എന്താടാ ഇവനെന്താ അങ്ങനെ ഇരിക്കുന്നേ? പറഞ്ഞ പോലെ ഇവനിതെന്ത് പറ്റി? കുറെ നേരമായോ? അപ്പുവേട്ടൻ വന്നപ്പോൾ ഇങ്ങനെ തന്നെയാ? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ വേറെന്തോ ആലോചിച്ചിരുന്നു പോയി. ഇവനെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അശോക് തൊടണ്ട. പൈസ ശരിയാത്തതിന്റെ പേരിൽ ഇവിടെ വന്നിരുന്നല്ല ആത്മഹത്യ ചെയ്താണെങ്കിലോ? നീയൊന്നും മിണ്ടാതിരി. എന്തായാലും ഇങ്ങനെ ആരും ആത്മഹത്യ ചെയ്തിട്ടില്ല. ഒന്നെങ്കിൽ കിടന്ന്, അല്ലെങ്കിൽ തൂങ്ങി, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചാടി. ഡാ അശോകേ, എണീക്കടാ. ഡാ എണീക്കടാ. എന്താടാ പൈസ ശരിയല്ലേ? എനിക്ക് കഷ്ടകാല പോട്ടാ. ഓ, അതത്ര വലിയ കാര്യമൊന്നുമല്ല. കോടീശ്വരനായ അംബാനി വരെ പറയും അയാൾക്ക് കഷ്ടകാലാന്ന്. എനിക്ക് കഷ്ടകാലാന്ന് വിചാരിക്കുന്നവരാ 99% ഈ ലോകത്തില്. അത് കളാ. നിനക്കെന്ത് പറ്റി? സംഭവം ശരിയില്ല? അതല്ല, പൈസ ശരിയായതാ, പക്ഷേ അതെന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു. അതെങ്ങനെ സംഭവിച്ചു? അല്ലെങ്കിലും എന്റെ കാര്യം ഇങ്ങനൊക്കെ തന്നെയാ. വിചാരിക്കുന്നതൊന്നും നടക്കില്ല. നിങ്ങൾക്കറിയാമോ, എൻ്റെ ഇഷ്ടത്തിനല്ല ഞാനിതുവരെ പഠിച്ചത്, ജീവിച്ചത്. അച്ഛനും അമ്മയ്ക്കും നിർബന്ധം, ഇന്നത് പഠിക്കണം, ഇന്ന പോലെ ജീവിക്കണം. എൻ്റെ ഇഷ്ടം എവിടെയും നോക്കിയിട്ടില്ല ആരും. എന്തൊക്കെയോ പഠിച്ചു, എന്നിട്ട് കിട്ടുന്നതോ 4 ശമ്പളം. അതുകൊണ്ടൊക്കെ ഇന്നത്തെ കാലത്ത് എന്താവാനാ? ഈ 2ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളവർക്ക് കിട്ടുന്നത് കോടികളാ. എന്നാൽ MBA വരെ പഠിച്ച് നമുക്ക് ഒരു വിലയുമില്ല. നീ ഒരു കാര്യം ചെയ്യ്, എന്നാ 2ാം ക്ലാസ് വരെ പോയിട്ട് പഠിച്ചിട്ട് പഠിത്തം നിർത്തിയിട്ട് വാ. അല്ല പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അല്ലെങ്കിലും ഇവനോടൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം? അല്ല, നിനക്ക് എന്താവാനായിരുന്നു ഇത്ര വലിയ ആഗ്രഹം? അങ്ങനെ ചോദിച്ചാ നിന്റെ ആഗ്രഹം പറ. അങ്ങനെ പ്രത്യേകിച്ചൊരു ആഗ്രഹമില്ല. ഓഹോ, നീ +2 ഏതായിരുന്നു വിഷയം? സയൻസ്. നിനക്ക് ഏതിനോടായിരുന്നു താല്പര്യം? എനിക്കങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ പഠിക്കാൻ താല്പര്യമില്ല. ജീവിതത്തിൽ ഒന്നിനോടും താല്പര്യമില്ലാത്ത നിന്നെ പഠിപ്പിച്ച് ഇതുവരെ എത്തിച്ചേന് നീ നിന്റെ വീട്ടുകാരോട് നന്ദി പറയണം. അവര് ചെയ്തതാ ശരി, ഇല്ലെങ്കിലേ നീയൊക്കെ നശിച്ചു പോയേനെ. നിന്നെപ്പോലെയൊക്കെ വിചാരിച്ചിരുന്നവനാടാ ഈ ഞാനും. എന്നെ അച്ഛൻ തല്ലി തല്ലി BCom വരെ പഠിപ്പിച്ചു. അതുകൊണ്ട് എവിടെ ചെന്നാലും ഒരു നേരത്തെ കഞ്ഞിക്കുള്ള വക എനിക്ക് കിട്ടും. അതിന് എൻ്റെ വീട്ടുകാരോട് എനിക്കിപ്പോൾ നന്ദിയുണ്ട്, മനസ്സിലായ? അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ? നിനക്ക് +2 എത്ര ശതമാനം മാർക്ക് ഉണ്ടായിരുന്നു? 75%. അപ്പൊ ഡിഗ്രിക്കോ? 70%. ഇത്രയൊക്കെ മാർക്ക് വാങ്ങി നീ പാസ്സാവണമെങ്കിൽ നിനക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, അല്ലേ? നിന്നെ പോലെയൊക്കെ ചിന്തിക്കുന്നവരാടാ ഈ ലോകത്തെ എല്ലാ ചെറുപ്പക്കാരും. നീ ഒരു കാര്യം മനസ്സിലാക്ക്, നമ്മുടെ കഴിവുകൾ നമ്മൾ തിരിച്ചറിഞ്ഞില്ല എന്ന് വരാം, പക്ഷേ നമ്മളെ വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയ്ക്കും അത് തിരിച്ചറിയാൻ കഴിയും. അതവരുടെ മനസ്സിന്റെ ശക്തിയാ, അവരുടെ മനസ്സിന്റെ നന്മയും കൂടിയാണ്. നീ ഇവനെ ഒന്ന് നോക്ക്. ഒരു നേരത്തെ ഭക്ഷണം കളഞ്ഞിട്ടാണെങ്കിലും അവൻ പഠിക്കാൻ തയ്യാറാ. കണ്ണില്ലാത്തവനെ കണ്ണിന്റെ വില അറിയൂ, അതാ സത്യം. എന്റെ അച്ഛനും അമ്മയ്ക്കും നീ ഒരു മോനല്ലോ. അതെ, അതാണ് അവര് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, മനസ്സിലായ? അതല്ല ചേട്ടാ, ചേട്ടന്റെ കയ്യിൽ നിന്ന് കാശ് എങ്ങനെ പോയി?